ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അവാർഡ് കിട്ടിയതിലുള്ള സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രദീപ് എന്ന ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ, അദ്ദേഹത്തിന് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് എന്നോടൊപ്പം, അദ്ദേഹമാണ് ഇത് സ്വീകരിക്കേണ്ടത്. ഞാൻ ഷായോട് ചോദിച്ചു, ഷായ് ഞാൻ വരണോ, അദ്ദേഹത്തിന് കുടുംബത്തിലെ ആരെങ്കിലും വിളിച്ച് വാങ്ങിച്ചാൽ പോലെ ഞാൻ ചോദിക്കുകയുണ്ടായി. സത്യത്തിൽ ഈ പടത്തിന് ഒരു നാഷണൽ അവാർഡ് കൂടി കിട്ടിയത്, നരേഷനുള്ള അവാർഡ് കഴിഞ്ഞ 2 മാസം മുമ്പ് കിട്ടിയിരുന്നു. ആ അവാർഡ് കിട്ടിയ വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നു. പക്ഷേ ആ അവാർഡ് സ്വീകരിക്കുന്നതിന് മുമ്പ്, കാണുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മെ പിരിഞ്ഞുപോയി. വളരെ ചെറുപ്പത്തിലെ വളരെ കഴിവുള്ള, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. പ്രദീപ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നപ്പോൾ, ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാതെ പറഞ്ഞത്. എനിക്കിപ്പോൾ തോന്നുന്നു പക്ഷേ ഞാൻ ഈ അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് ആദ്യമായിട്ട്. എനിക്ക് 2 നാഷണൽ അവാർഡും 2 സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സംഘടന, ഞാൻ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞ് നീണ്ടു പോകുന്ന അറിഞ്ഞുകൂടാ, സോറി, ക്ഷമിക്കണം, ഒത്തിരി പേര് സംസാരിക്കാണ്ടെന്നറിയാം. ഞാൻ എന്ന് കാണുന്ന ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോഴെപ്പോഴും കോൺടാക്റ്റിൻ്റെ ഒരു ബൂത്ത് അവിടെ ഉണ്ടാവും എല്ലാ വർഷവും. അത്ര ഡെഡിക്കേറ്റഡാണ് ഷായും വിജയകൃഷ്ണൻ, ഇവരെല്ലാവരും. ഇവരത് കമ്മിറ്റഡ് ആയിട്ടുള്ള ടീമാണ് കോൺടാക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുളസി സാറ് പറഞ്ഞ കണക്ക് ഈ സംഘടന വളർന്ന് വലുതായി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒത്തിരി സിനിമയും ഡോക്യുമെൻ്ററിയും ഈവൻ മൊബൈൽ ഫിലിം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിംസൊക്കെ ആയി ബന്ധപ്പെട്ട അവർ രണ്ടുപേരും സിനിമ ഡയറക്ടേഴ്സും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ് ഇതിലുള്ള പലരും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ്, ഞാൻ കണ്ട അവസരങ്ങൾ കൊടുക്കുന്ന സംഘടനയാണ്. അതാണ് ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് ഈ സംഘടനയിലെ പ്രവർത്തകരോടുള്ള ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് തോന്നുകയാണ്. അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കുന്നവരായതുകൊണ്ട് എനിക്ക് തോന്നിയാണ് പക്ഷേ ഈ 2 നാഷണൽ അവാർഡും 2 സ്റ്റേറ്റ് അവാർഡും കിട്ടിയതിനേക്കാൾ വലുതാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് വിവാദമാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അതിന് തീർച്ചയായിട്ടും അതിനൊപ്പമുള്ള ഒരു അവാർഡായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങനെ തന്നെ മലയാളികൾ ഇതിനെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം. എനിക്ക് സംശയമില്ല. എല്ലാവിധ നന്ദിയും ഇത് സംഘടിപ്പിച്ച ഇതിന് സംഘാടകരോട്, ഇതിൻ്റെ പ്രവർത്തകരോടുള്ള എല്ലാവിധ നന്ദിയും അവാർഡ് ജേതാക്കൾക്ക് എല്ലാവർക്കും ആശംസ അർപ്പിച്ച് നിർത്തുന്നു. ഒരിക്കൽ കൂടി ഈ അവാർഡ് ഞാനല്ല സ്വീകരിക്കേണ്ടത്, പ്രദീപായിരുന്നു. ഇത് ഞാൻ നമ്മെ പിരിഞ്ഞുപോയ പ്രദീപിന് വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.